കാസർഗോഡ് ജില്ല SSFൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൻ്റെ പ്രൗഢമായ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വേദിയിലും വേദിക്ക് മുമ്പിലും പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു പ്രോഗ്രാമാണ് സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ സമാരംഭം കുറിക്കുന്നത്. പ്രിയപ്പെട്ട സ്വാഗത ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും SSFൻ്റെ 31ാം സാഹിത്യോത്സവത്തിൻ്റെ സമ്പന്നമായ ചെറിയ ചരിതം വളരെ മനോഹരമായി നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. കേരളത്തിൻ്റെ അത്യുത്തര ഭാഗത്ത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, സാംസ്കാരിക സമ്പന്നത കൊണ്ട് ലോകത്തിന് തന്നെ അഭിമാനകരമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മഞ്ചേശ്വരത്തിൻ്റെ നെറ്റിത്തടമായ പയ്യൊളികയിലാണ് ഓഗസ്റ്റ് മാസം 1, 2, 3, 4 തീയതികളിലായി നമ്മുടെ സാഹിത്യോത്സവം കടന്നു പോകുന്നത്. ഈ സാഹിത്യോത്സവത്തിൻ്റെ സാംസ്കാരിക സംഗമത്തിൽ നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മുഴുവനും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിന് കണ്ണീര് സമ്മാനിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഭാഗമായി നോവനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത നമ്മുടെ സാഹിത്യോത്സവം ഇവിടെ കടന്നു പോകുന്നത്. ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും സൂചിപ്പിച്ചു, ലോകത്തൊരു മനുഷ്യൻ, ഞാൻ സാധാരണയായി അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഒരാൾ ജനിക്കുന്നു എന്ന് വെച്ചാൽ ലോകത്തുള്ള മനുഷ്യരിൽ മഹാഭാഗ്യവാന്മാരാണ് ഇന്ത്യയിൽ ജനിക്കുന്ന ആളുകൾ. കാരണം ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ രാജ്യമല്ല. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതര സന്ദേശം ലോകത്തിന് സമർപ്പിച്ച, ജനാധിപത്യ മൂല്യങ്ങൾ ലോകത്തിന് സമർപ്പിച്ച, ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഏറെ സവിശേഷതകളുള്ള ഒരു മണ്ണാണ് എൻ്റെയും നിങ്ങളുടെയും ഭാരതമെന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. ആ ഇന്ത്യക്കകത്ത് ഒരു കേരളീയനായി ജനിക്കുന്നു എന്ന് വെച്ചാൽ അതേറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമായി ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ല SSFൻ്റെ 31ാമത് സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ഈ സാംസ്കാരിക സംഗമത്തിന് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, കേരളം ഇന്ത്യക്ക് മതേതര മേഖലയിൽ കൃത്യമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ഒരു മണ്ണാണ്. മാലിക് തിനാറിൻ്റെയും സയൻ ഫൈസിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും മതേതരത്വത്തിൻ്റെ സമ്പന്നമായ ചരിതമുള്ള മണ്ണാണ് നമ്മുടെ കേരളമെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ വയനാടിലെ ദുരന്ത മുഖത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത് സങ്കടത്തിൻ്റെയും നോവിൻ്റെയും വേദനിപ്പിക്കുന്ന കരൾ പൊട്ടുന്ന കഥകൾ കേൾക്കുന്നതിനിടയിലും നമ്മൾ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്നത്, ജാതിയുടെയും ഭാഷയുടെയും സംഘടനകളുടെയും അതിർവരമ്പുകളില്ലാതെ കേരളീയരെന്ന് പറയുന്ന ഒരു മനുഷ്യവർഗം ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി അവിടെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പുതിയ കഥകൾ നമ്മൾ അത്ഭുതത്തോടു കൂടി വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാടിലെ ദുരന്തത്തിൻ്റെ ഓരോ ഓർമ്മകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മളൊക്കെ
വാട്സപ്പിൽ വരുന്ന മെസ്സേജ്, ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജ്, ഇൻസ്റ്റയിൽ കാണുന്ന, മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നനയാതെ ഒരു വാർത്ത പോലും, ഒരു വരി പോലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ നടന്ന ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മരണത്തിൻ്റെ എണ്ണം ഒന്ന് കുറയണേ എന്നുള്ളതാണ്. ഓരോ പത്രവും കയ്യിൽ കിട്ടുമ്പോഴും ഓരോ മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും മരണത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ ദുരന്തമുഖത്തുള്ള 100 കൂട്ടം വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തിയത് ഒരു ആംബുലൻസിനകത്ത് 13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ വെള്ള പുതപ്പിച്ചുള്ള മയ്യത്ത്. ആ വെള്ള പുതപ്പിന് മുകളിൽ ഒരു നമ്പർ എഴുതി വച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ പ്രായവും എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ വായിക്കാത്ത, ഞാൻ കാണാത്ത ഒരു ചിത്രം ഞാൻ കണ്ടത്, ഈ മയ്യത്ത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള വാചകം ഞാൻ ആ പത്രം വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നനച്ച് ഞാൻ കരയുന്ന ഒരവസ്ഥയുണ്ടായി. ഞാനിത് പറയാൻ കാരണം, അത്രമാത്രം നമ്മളെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ആശ്വസിക്കുന്നത് ആ സങ്കടങ്ങളുടെ ഭൂമികയിൽ ചേർത്ത് നിർത്തലിൻ്റെ ഈ കഥകൾ കേൾക്കുമ്പോഴാണ്. നമുക്ക് പുതിയ കാലത്തും ടെക്നോളജിയുടെ ഉയരങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പുതിയ കാലത്തിലെ യുവതയും വിദ്യാർത്ഥിത്വവും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, വയനാട് മാത്രമല്ല, കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിൻ്റെ ഓർമ്മകളിൽ വലിയ വേദന സമ്മാനിച്ച ഒരു ദുരന്തമെന്ന് പറയുന്ന 2018 പ്രളയമായിരുന്നു. ആ പ്രളയം മലയാളികൾ ഒറ്റക്കെട്ടായി നമ്മൾ നേരിട്ടത് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷകളുടെയും വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേരിട്ട കേരളീയരുടെ ഏറ്റവും വലിയ ഐതിഹാസികമായ ഒരു പോരാട്ടമായിരുന്നു 2018 പ്രളയം. ആ 18 പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് കേട്ട ഒരു കഥയുണ്ടായിരുന്നു. 25 കോടിയാണ് ലുലു എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവി യൂസുഫ് അലി അന്ന് കേരള ഗവൺമെൻറ്റിന് പ്രളയകാലത്ത് സംഭാവന നൽകിയത്. 15 കോടി ഷംഷീർ നൽകി. ആസാദ് മൂപ്പൻ്റെയും അങ്ങനെയുള്ള ആളുകളുടെ ധാരാളം കോടികളുടെ സംഭാവനയുടെ പട്ടികയിൽ വായിക്കുന്ന 2018 പ്രളയത്തിൻ്റെ ഭൂമികയിൽ ഞാനും നിങ്ങളും അത്ഭുതത്തോടു കൂടി കേട്ടത്, സാമ്പത്തികമായി ശേഷിയുള്ള അവരുടെ കോടികളുടെ പട്ടികക്കിടയിൽ ഇവിടത്തെ മഴക്കാലം വരുന്നതിന് മുമ്പ് തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വിഷ്ണു വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ അറിയില്ല, ഇന്നലെ വരെ വീട് വീടാന്തരം കയറി കമ്പളി വിൽപ്പന നടത്തുന്ന ആ ചെറുപ്പക്കാരന് കേരളം ഒരു പ്രളയത്തിലാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ ഈ വിൽപ്പനക്കായി അന്നം തേടിയുള്ള യാത്രക്കിടയിൽ കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിൻ്റെ പ്രളയത്തിൻ്റെ ഭീകരതയിൽ നിന്ന് പ്രയാസപ്പെട്ട് അവിടുത്തെ രക്ഷാ ക്യാമ്പിൽ അകപ്പെട്ട ആളുകളെ അവൻ കാണുന്നു. അവർക്ക് പലരും അപ്പം ആവശ്യമായി വന്നത് പുതക്കാൻ ഒരു പുതപ്പായിരുന്നു. മധ്യപ്രദേശിൽ നിന്ന് തൻ്റെ മക്കളെയും ഭാര്യയും പോറ്റാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന അവൻ്റെ കയ്യിൽ 50 പുതപ്പാണ് ഉണ്ടായിരുന്നത്. ആ രക്ഷാദൗത്യത്തിൻ്റെ ക്യാമ്പിലുള്ള ആളുകൾക്ക് 50 എണ്ണം കൊടുത്ത് അവന് പുറത്തു പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ഞാൻ ഇവർക്ക് നൽകി എന്നുള്ള മധുരമായ മനോഹരമായ ഒരു കഥ കൂടി നമ്മൾ 2018 പ്രളയത്തിൻ്റെ ഭൂമികയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ എന്തിനിത് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ടി സമ്പന്നമായ ഭൂതകാല ചരിത്രമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. ആ ജില്ലയിൽ സാഹിത്യോത്സവ് 31 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഭകളുടെ കലാവാസനകൾ, സർഗവാസനകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഗ്രാസ് തട്ടിൽ നിന്ന് തുടക്കം കുറിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികച്ച പ്രഭാഷകരെയും പ്രബോധകരെയും
സാഹിത്യകാരന്മാരെയും വാർത്തെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ധാർമ്മിക വിപ്ലവ മേഖലയിൽ മാനവികതയുടെയും ധാർമ്മികതയുടെയും അധ്യായം രചിച്ചിട്ടുള്ള SSFൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പുതിയ കാലത്തും ഈ 4 ദിവസങ്ങളിലായി മികച്ച പ്രതിഭകളാണിവിടെ ഓഫ് സ്റ്റേജ് ഐറ്റംസുകളിലൂടെ, സ്റ്റേജ് ഐറ്റംസുകളിലൂടെ താഴെ തട്ടിൽ നിന്ന് വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ പ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്തെവിടെയാണ് വർഗീയത തലപൊക്കുന്നത്, ലോകത്തെവിടെയാണ് തീവ്രവാദം തലപൊക്കുന്നത്, അവിടെയൊക്കെ സാംസ്കാരികതയുടെ ശൂന്യതയും മനുഷ്യത്വത്തിൻ്റെ ശൂന്യതയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ മണ്ണിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രാഷ്ട്രകവി ഗോവിന്ദപ്പയുടെ മണ്ണെന്ന്. യക്ഷഗാനത്തിൻ്റെ പിതാമഹനായ പാർത്ഥിസുബ്ബയ്ക്ക് ജന്മം നൽകിയ മണ്ണാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതിനപ്പുറം നമുക്കറിയാം, തൊട്ടടുത്ത മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെയും കാസർഗോഡ് മണ്ഡലത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയിലാണ് സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാംസ്കാരികതയും മാനവികതയും ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പലപ്പോഴും നമ്മൾ വായിച്ച ആളുകളാണ്, നമ്മൾ കോരിത്തരിച്ച ആളുകളാണ്. കാർഷിക ക്ഷേത്രത്തിലെ ദർശനത്തിന് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് വീട്ടുമുറ്റത്തേക്ക് ബദിയെടുക്കയിൽ അന്നുണ്ടായ വലിയ കോരിച്ചൊരിക്കുന്ന മഴയത്ത് വീട് നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അദ്ദേഹം ദിവസങ്ങളായി കാർഷികയിലെ തീർത്ഥാടനത്തിന് വേണ്ടി കരുതി വെച്ച തുക ആ മനുഷ്യൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കാർഷിക ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ഈ വീട് പൂർത്തിയാക്കൂ എന്ന്. അതൊരു തുടക്കമായിരുന്നു ചരിത്രത്തിൻ്റെ. ഒരു വീടിൽ നിന്ന് 50, 100, 200, 300 മറികടന്ന് ലോകത്തിന് അഭിമാനമായി മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ ആ മനുഷ്യൻ മാനവികതയുടെയും സാംസ്കാരികതയുടെയും അടയാളങ്ങൾ രേഖപ്പെടുത്തി കടന്നുപോയത് നമ്മളൊക്കെ കാണുന്ന 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, SFൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ സാഹിത്യോത്സവമായി എല്ലാ തലങ്ങളിലും സാംസ്കാരിക സംഗമങ്ങൾ നടത്തിയിരുന്നു. മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് ഞാനും കുറേ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. ഈ വേദി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വലിയ വ്യത്യസ്തമായ ഒരുപാട് വ്യത്യസ്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് ഈ വേദിയിലുണ്ട്, വിവിധ ജനപ്രതിനിധികൾ ഈ വേദിയിലുണ്ട്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മാറ്റിവെച്ച ഒരു വലിയ സമ്പന്നമായ ലീഡർഷിപ്പ് മാതൃക കാണിച്ച ഒരു മണ്ണാണെന്ന് മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ പൂർവികർ ഒരു സുഹൃതമായി നമുക്ക് കൈമാറി തന്ന ഒന്നാണ്. പയ്യോളികയിലെ ഈ പ്രദേശത്തിനും സമ്പന്നമായ ധാരാളം ചരിത്രമുള്ള ഒരു പ്രദേശമാണെന്ന് നമുക്കറിയാം. കേരളീയർ മുഴുവനും ഒറ്റക്കെട്ടായി വയനാടിൻ്റെ ദുരന്തമുഖത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഞാൻ ഓർത്തു പോകുന്നുണ്ട്, വയനാടിൻ്റെ ദുരന്തം നടക്കുന്നതിന് മുമ്പ് ഒരു 10 ദിവസക്കാലം 13 ദിവസക്കാലം കേരളത്തിലെ എല്ലാവരും അർജുൻ എന്ന് പറയുന്ന ഒരു ട്രക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ ശിരൂരിലെ ഗംഗാവലി പുഴയിൽ ട്രക്കുമായി ഒരു മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേരളത്തിൻ്റെ ചാനലുകളാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാനും മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് എൻ്റെ വാട്സപ്പിലേക്ക്, ഫേസ്ബുക്കിലേക്ക് ചാനലുകളിൽ വാർത്ത ഞാനും വായിച്ചു. 1-ാമത്തെ ദിവസം ആ ചർച്ച വീണ്ടും സജീവമായി. ആ ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ബെല്ലടിക്കുന്നു. ആ ഭാരത് ബെൻസ് എന്ന് പറയുന്ന ട്രക്കിനകത്ത് 2-3 ദിവസക്കാലം ഒരാൾക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയും. ആ ചർച്ച വന്ന് 2-ാമത്തെ ദിവസവും ചർച്ചകൾ വീണ്ടും വലിയ രീതിയിൽ മുന്നോട്ട് പോയി. 3-ാമത്തെ ദിവസം എൻ്റെ മഞ്ചേശ്വരം എനിക്ക് തന്ന പാരമ്പര്യത്തിൻ്റെ കരുത്തുകൊണ്ട്, മാനുഷികതയുടെ ഉണർവിലൂടെ ഞാനും ആ പാതിരാത്രി ശിരൂരിലേക്ക് പുറപ്പെട്ടു. ശിരൂരിലേക്ക് എത്തിയപ്പോൾ ഒരു വശത്ത് കേരളത്തിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ മുഴുവനും, ചാനലിൽ കാണുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ അവിടെ അർജുൻ്റെ തുടിക്കുന്ന ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന സന്ദർഭമായിരുന്നു. മറുവശത്ത് കന്നഡയിലെ പ്രശസ്തരായ ചാനലുകാർ മുഴുവനും. ഞാൻ പോയത് ഒരു ദിവസത്തേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി, കന്നഡ നന്നായി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക്
ഭാഷാ കൈമാറ്റത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഇവർക്കിടയിൽ ഒരു ചെറിയ രീതിയിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവനോടുകൂടി തിരിച്ചു പിടിക്കാനുള്ള പ്രയാണത്തിൽ ഞാൻ അവിടെ ആ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തു. ഞാൻ 10 ദിവസക്കാലം അവിടെ സജീവമായി ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഇന്നലെയും വൈകുന്നേരം പ്രിയപ്പെട്ട അർജുൻ്റെ മാതാവ് എന്നെ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെയും ആ വീട്ടിൽ അഞ്ജുവും ജിതിനും എന്നെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ കണ്ണീരിനിടയിലും അർജുൻ്റെ കഥ SF-ൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പങ്കുവെക്കാൻ കാരണം, ഞാൻ അവിടെ 10 ദിവസക്കാലം സജീവമായി നിൽക്കുമ്പോൾ എല്ലാ ദിവസവും അർജുനില്ലാതെ നിരാശയോടുകൂടി, അർജുനെ കിട്ടാത്ത ഒരു പ്രയാസത്തോടു കൂടി എൻ്റെ റൂമിലേക്ക് മടങ്ങി വരുമ്പോൾ ഓരോ ദിവസവും ഞാൻ അഭിമാനം കൊണ്ട ഒരു നിമിഷം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം ശിരൂരിലെ അർജുൻ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഗംഗാവലി പുഴയുടെ തീരത്തേക്ക് അവിടുത്തെ MLA, കേരളീയർ എന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ട പ്രിയപ്പെട്ട നമ്മുടെ അവിടുത്തെ ഷൈൽ MLA, അദ്ദേഹത്തെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ കാറിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ പഞ്ചാബികളായ, ബീഹാറുകാരായ, മധ്യപ്രദേശുകാരായ, മഹാരാഷ്ട്രക്കാരായ കുറേ ട്രക്കിൻ്റെ ഉടമകൾ കേരളത്തിൻ്റെ ബോർഡ് വെച്ച് വരുന്ന MLAയുടെ വണ്ടി കണ്ടപ്പോൾ ഞങ്ങളോട് 2 പേരോടും സംസാരിക്കാൻ നിന്നു. സതീഷ് കുമാർ ഷൈൽ MLAയും എൻ്റെ കൂടെയുണ്ടായിരുന്നു. അവരെന്നോട് എല്ലാ ദിവസവും ചോദിച്ച ചോദ്യം, ഒരാളല്ലേ, ഒരു ട്രക്കിൻ്റെ ഡ്രൈവറല്ലേ അർജുൻ, നിങ്ങൾ എന്തിന് ഇങ്ങനെ ഇടപെടുന്നത്? നിങ്ങളുടെ ഭരണകൂടം മുഴുവനും ഒരു മനുഷ്യന് വേണ്ടി എന്തിന് ഇത്ര സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ കേരളത്തിൻ്റെ ഒരു കഥ അവരുടെ മുമ്പിൽ പറഞ്ഞു. സൗദിയിലെ ഒരറബി കാറ് ഓടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് അവിടുത്തെ കോടതിയുടെ വിധി റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിധിച്ചത് തൂക്കുകയറായിരുന്നു. രക്ഷപ്പെടണമെങ്കിൽ ബ്ലഡ് മണി 34 കോടി നൽകിയാൽ ജീവനിലേക്ക് തിരിച്ചു വരാം എന്നുള്ള റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണീര് കേട്ടപ്പോൾ 15 ദിവസം കൊണ്ട് 34 കോടി രൂപ ഒരാൾക്ക് വേണ്ടി സംഭാവന നൽകിയ കേരളത്തിൻ്റെ ഒരു MLA ആണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. SF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സാഹിത്യോത്സവത്തിൻ്റെ സാംസ്കാരിക സംഗമത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ 1000 വട്ടം അഭിമാനത്തോടു കൂടി പറയാം, മധ്യപ്രദേശുകാരനായ, മഹാരാഷ്ട്രക്കാരനായ, പഞ്ചാബിയായ മനുഷ്യൻ എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ കേരളീയനായി ജനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പങ്കുവച്ചപ്പോൾ നമ്മൾ അറിയേണ്ടത്, അർജുന് വേണ്ടി ഈ പയ്യോളികയിലെ മെഹ്റാബുകളിൽ എത്ര തലക്കെട്ട് കെട്ടിയ നമ്മുടെ പണ്ഡിതന്മാരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അർജുൻ ഒരു മുസ്ലിം ആയിരുന്നില്ല. അർജുൻ ഞങ്ങളുടെ കാസർഗോട്ടുകാരനായിരുന്നില്ല. അർജുന് വേണ്ടി ചർച്ചകളിലും അമ്പലങ്ങളിലും പ്രാർത്ഥനയുയർന്നു. അത് കേരളത്തിൻ്റെ മഹനീയമായ ഒരു പാരമ്പര്യത്തിൻ്റെയും മാതൃകയുടെയും ഭാഗമാണ്. അത് സാംസ്കാരിക സമ്പന്നതയുടെ വലിയ പുതിയ കാലത്തിൻ്റെ ഒരു മെസ്സേജാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാ രീതിയിലും ആ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ്. ഞാൻ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് സഖാഫി ഉസ്താദ് അടക്കമുള്ള ആളുകൾ, ഷാഫി സാദി അടക്കമുള്ള ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞു, കാസർഗോഡ് ജില്ലാ SF-ൻ്റെ സാഹിത്യോത്സവ് നിങ്ങളുടെ മണ്ഡലത്തിലാണ് സംഘടിപ്പിക്കുന്നത് എന്ന്. തീർച്ചയായും അതേ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു, അകമടിഞ്ഞ് ഞങ്ങളതിനെ പിന്തുണക്കുമെന്ന്. പ്രിയപ്പെട്ട MP യൂസുഫ് സാഹിബും അസീസ് മെരിക്ക അടക്കമുള്ള ഞങ്ങളുടെ ലീഡേഴ്സ്, മറ്റു വേദിയിലുള്ള എല്ലാവരും, ഈ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ZKR അടക്കമുള്ള, ഈ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് നമുക്കെല്ലാവർക്കും ഒരു സാംസ്കാരിക സംഗമവും സാഹിത്യോത്സവവും നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ചരിത്രത്തിൽ ഏറ്റവും മികച്ച അടയാളം രേഖപ്പെടുത്തുന്ന പ്രോഗ്രാമാക്കി മാറ്റണമെന്ന് നമ്മൾ തീർച്ചയായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ഈ 4 ദിവസം കൊണ്ട് അത്യുജ്വലമായി മഞ്ചേശ്വരത്തിൻ്റെ ഓർമ്മകളിൽ മാനവികതയുടെ, സ്നേഹത്തിൻ്റെ, ശാന്തതയുടെ, സമത്വത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സാംസ്കാരികതയുടെ വിളംബരം മുടക്കിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ SF-ൻ്റെ 31ാമത് സാഹിത്യോത്സവ് പ്രൗഢമായ ഒരു തുടക്കമായി മാറട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ആലോചിക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ഇതിൻ്റെ സാരഥികൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദറിനെയും കേരള നിയമസഭാ സ്പീക്കർ ഷംഷീറിനെയും 2 സ്പീക്കർമാർ പങ്കെടുക്കുന്ന സാംസ്കാരിക, ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാംസ്കാരികതയുടെ തലസ്ഥാനമായ
മഞ്ചേശ്വരത്ത് 2 സ്പീക്കർമാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നുള്ള വലിയ ആഗ്രഹം സംഘാടകരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനും ആ 2 സ്പീക്കർമാരെയും ബന്ധപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അപ്രതീക്ഷിതമായി നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ മന്ത്രിമാർ എല്ലാവരും ഒരു ടീമായി വയനാടിൻ്റെ ദുരന്തഭൂമിയിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. കർണാടക നിയമസഭാ സ്പീക്കർ ഒരാഴ്ചക്കാലം USA ഒരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ടായപ്പോൾ തീർച്ചയായും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് നമ്മുടെ മഞ്ചേശ്വരത്തിൻ്റെ ഇന്നലകളിൽ നമ്മുടെ പൂർവികർ കാണിച്ചു കൊടുത്ത ആ മാനവികത, ആ സ്നേഹം, ആ സാംസ്കാരിക സത്വം അത് പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ മതേതരത്വം ഒരിക്കലും ആരെങ്കിലും ഒരു വിഷം ഒമിക്കുന്ന ഒരു വാക്ക് പ്രകടിപ്പിച്ചാൽ അതുകൊണ്ട് തകരാത്ത ഒരു വലിയ ചരിത്രം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുമെന്ന് കരുതാൻ നമുക്ക് കഴിയണം. ആ ഒരു കരുതലിൻ്റെ ഏറ്റവും വലിയ സന്ദേശം വിതറിക്കൊണ്ട് ഈ സാഹിത്യോത്സവം സമാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവചനം കൊണ്ട് നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ വാക്കുകൾക്ക് വിരാമം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.